കർമ്മത്തിനേക്കാളും മഹത്തരമായൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പറഞ്ഞു, നബിയാണെന്ന് പറഞ്ഞു തരണം. നിർബന്ധ ബാധ്യതകൾ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമേതെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ സ്വഹാബ? ഇസ്ലാഹു ദാത്തിൽ ബൈൻ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അത് രണ്ട് ആളുകളുടെ ഇടയിൽ നിങ്ങൾ അനുരഞ്ജനം ഉണ്ടാക്കലാണ്. പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ, പരസ്പരം വാഗ്വാദത്തിലേർപ്പെടുന്നവർ, പരസ്പരം പോരടിക്കുന്നവർ, അന്യോന്യം ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നവർ, അവരുടെ ഇടയിൽ നിങ്ങൾ യോജിപ്പുണ്ടാക്കലാണ്. സുന്നത്തായ നിസ്കാരത്തെക്കാൾ, സുന്നത്തായ നോമ്പിനേക്കാൾ, സുന്നത്തായ സ്വതക്കയേക്കാൾ എന്നല്ല, ഫർദ് കഴിഞ്ഞാൽ പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും പ്രതിഫലാർഹമായ കാര്യം മുഅ്മിനീങ്ങളുടെ ഇടയിലുള്ള അനുരഞ്ജനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കുക. സകാത്തിന്റെ അവകാശികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഒരു വിഭാഗം നമ്മൾ സാധാരണ ധരിച്ചിട്ടുള്ളത് പാവപ്പെട്ട ആളുകൾക്ക് സകാത്ത് കൊടുക്കുക എന്നതാണ്. എന്നാൽ ധനാഢ്യനാണെങ്കിൽ പോലും, സമ്പത്തുള്ളവനാണെങ്കിലും, വലിയ സൗഭാഗ്യങ്ങൾ റബ്ബ് കൊടുത്തവനാണെങ്കിലും സകാത്ത് കൊടുക്കാൻ യോഗ്യനായ അവകാശികളിൽപ്പെട്ട ഒരാളാണ് മുഅ്മിനീങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കിയവൻ. അവന് സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കിയിട്ടുണ്ട്, നഷ്ടം വന്നിട്ടുണ്ട്. അവന് സകാത്ത് കൊടുക്കൽ ഇസ്ലാം സകാത്തിന്റെ അവകാശികളിൽ അവനെ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യത്തിന് എത്ര വലിയ പ്രസക്തി ഉണ്ടെന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞ് സകാത്തിന്റെ അവകാശികളെ എണ്ണി പറയുന്നുണ്ട്. പാവപ്പെട്ടവൻ, ദരിദ്രൻ, മിസ്കീൻ, ഫഖീർ, പുതു ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നത് ഒരു വിഭാഗം മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി സ്വന്തം പണം ചെലവഴിച്ചവൻ, അവനവന്റെ പണം നഷ്ടപ്പെടുത്തിയത് എന്തിനാണ്? രണ്ട് മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള പ്രശ്നത്തെ പരിഹരിക്കാനാണ്. അതിന് അവൻ അവന്റെ മുതലെടുത്തു, അവൻ അവന്റെ പണം എടുത്ത് ചെലവാക്കി. അവന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. പരിശുദ്ധ ദീൻ, വിശുദ്ധ ഖുർആൻ. അപ്പൊ ഈ കാര്യത്തിന്റെ ഫളീലത്ത് എത്രയായിരിക്കും, ഇതിന്റെ മഹത്വം എത്രയായിരിക്കും എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിക്കുമോ നബിയെ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെ ചെയ്തു പോയേക്കാം. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ മുഅ്മിനായ മനുഷ്യനെ കളവ് നടത്തുമോ നബിയെ? അപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ ചെയ്തു പോയേക്കാം. വീണ്ടും ചോദിക്കുന്നു, നബിയെ, മുഅ്മിനായ മനുഷ്യന് നുണ പറയുമോ നബിയെ? അവൻ കളവ് പറയുമോ നബിയെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, മുഅ്മിനായ മനുഷ്യൻ നുണ പറയൂല. കാരണം അവന് ഖൽബിൽ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ നൂറാനിയത്തിന്റെ ഷഹാദത്ത് കലിമ വഹിച്ചവനാണ്. അവനെ കൊണ്ട് നുണ പറയാൻ സാധ്യമല്ലെന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അപ്പോഴും പറയാണ്, രണ്ട് ആളുകളുടെ ഇടയിൽ ഐക്യമുണ്ടാക്കാൻ, രണ്ടുപേരുടെ ശത്രുത മാറ്റിവെക്കാൻ, ശത്രുത പരിഹരിക്കാൻ, അവരുടെ ഇടയിൽ സ്നേഹമുണ്ടാക്കാൻ നിനക്ക് നുണ പറയൽ അനുവദനീയമാണ്. നുണ വേണമെങ്കിൽ പറയാം, ഇല്ലാത്തത് പറയാം. എന്തിന്? രണ്ടുപേരുടെ ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. ഇല്ലാത്തത് പറയൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തത് പറഞ്ഞ് മറ്റാളുകളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കലാണ് ഇപ്പോൾ സമൂഹത്തിൽ വ്യാപകമാകുന്ന ഒരു അവസ്ഥ. ഇല്ലാത്തത് പറയാ, രണ്ടുപേരെ പരസ്പരം തമ്മിലടിപ്പിക്കുക, അതല്ല, നേരെ വിപരീതം. മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും നുണ പറയാൻ പറ്റൂല. പക്ഷെ അവന് നുണ പറയാൻ അനുവദനീയമായ ഒരു സന്ദർഭം, അത് രണ്ടുപേരുടെ ഇടയിലുള്ള പ്രശ്ന പരിഹാരത്തിന്. അവരുടെ ഇടയിൽ ചെന്ന് നിൽക്കുക, എന്നിട്ട് പറയും, നിന്നെ കുറിച്ച് നീ ഇപ്പോൾ വലിയ വൈരാഗ്യത്തോടു കൂടി സമീപിക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ നിന്നെ കുറിച്ച് എത്ര നല്ല വാക്കാ പറയുന്നത്. ഇന്നാളൊരു ദിവസം ഞങ്ങൾ കടയിൽ ഇരുന്നപ്പോ നിന്നെ കുറിച്ച് എത്ര നല്ല സംസാരം, നീ നിന്റെ സ്വഭാവത്തെ കുറിച്ച്, നിന്റെ കച്ചവടത്തെ കുറിച്ചൊക്കെ എത്ര നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് നീ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോഴും മോശമായിട്ട് ധരിച്ചു വെച്ചിരിക്കാമോ എന്നിങ്ങനെ. അയാൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഇയാളോട് പറഞ്ഞു. നേരെ ഇതേ രീതിയിൽ മറ്റേ ആളോട് പോയിട്ട് പറഞ്ഞു. അവരുടെ കൽബിൽ കണ്ടാൽ പുഞ്ചരിക്കുന്ന നിലയിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റാൻ നമ്മുടെ നുണ കൊണ്ട് ഉപകരിക്കും. എന്നാൽ ആ നുണ പറയൽ മുഅ്മിനിന് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പ്രതിഫലാർഹമാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കേണ്ട വിഷയമാണത്.
നമ്മൾ നമ്മുടെ ഇടയിലുള്ള ശത്രുതാ മനോഭാവങ്ങളെ ഇല്ലാതാക്കുവാൻ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കൽ നമ്മൾ ഈ ഫർള് കഴിഞ്ഞിട്ട് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതിനേക്കാൾ ഗുണകരമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വെക്കണം. നബിതങ്ങൾ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തുന്നു, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി മിൻ ഖബലിക്കും, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി മിൻ ഖബലിക്കും, മുൻഗാമികൾക്ക് വന്നിരുന്ന ഒരു അസുഖം മുഅ്മിനീങ്ങളുടെ ഇടയിൽ വ്യാപകമാകുന്നുണ്ട്. മുൻഗാമികളുടെ രോഗം എന്താ രോഗം? ഹുവൽ ഹാലിക് വൽ ഹസദ് വൽ ബഗ്ദാ. അത് പരസ്പരമുള്ള പോരടിക്കലാണ്, അന്യോന്യമുള്ള ശത്രുതയാണ്, പരസ്പരം അസൂയ വങ്കനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം വൈരാഗ്യം വെക്കുക. വൽ ഹാലികു, അങ്ങനെയുള്ള നിങ്ങളുടെ ഇടയിലുള്ള പടലപ്പിണക്കങ്ങൾ, നിങ്ങളുടെ ഇടയിലുള്ള വൈരാഗ്യങ്ങൾ, ശത്രുതകൾ, അതൊക്കെയും ഹാലിക്കാണ്, വടിച്ചു കളയുന്നതാണ്. ഒരാളുടെ തലയിൽ നിന്ന് മുടി വടിച്ചു കളയുന്നത് പോലെ. വലാകിന തഹല്ലുദ്ദീൻ, നിങ്ങളുടെ ദീനിനെ വടിച്ചു കളയുന്നതാണ് നിങ്ങളുടെ ഇടയിലുള്ള ശത്രുതയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ വടിച്ചു കളയുന്ന ഏർപ്പാട്. എത്ര സൗന്ദര്യാത്മകമായിട്ടാണ് നബിതങ്ങൾ ആ വർത്തമാനത്തെ പറയുന്നത്. ഒരാളുടെ തലയിൽ നിന്നും മുടി വടിച്ചു കളയുന്നത് ഏതുപോലെയാണോ അതേ രീതിയിൽ മുസ്ലിമും തമ്മിലുള്ള പ്രശ്നം കൊണ്ട് അവന്റെ ഈമാൻ വടിച്ചു നീക്കപ്പെടും. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ആരായിട്ടാണ് നമ്മുടെ പ്രശ്നം? എന്തിന്റെ പേരിലാണ് നമ്മൾ പിണങ്ങിക്കഴിയുന്നത്? അയൽവക്കത്തിന്റെ പേരിലോ? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് വൈരാഗ്യ മനോഭാവം കടന്നു വരുന്നത് രണ്ട് വിഷയങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സ്ഥാനമാനത്തിന്റെ പേരിലും മറ്റൊന്ന് സമ്പത്തിന്റെ പേരിലും. സ്ഥാനമാനവും സമ്പത്തും, ഒന്നുകിൽ അധികാരം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനം, അതല്ലെങ്കിൽ സമ്പത്ത്. നമ്മളെക്കാൾ കൂടുതൽ സമ്പത്ത് മറ്റൊരാൾക്കുണ്ടാവുക, നമ്മുടെ കൂട്ടുകാരൻ, നമ്മളോടൊപ്പം നിന്നവൻ, നമ്മളോട് ഒരേ ജോലി ചെയ്യുന്നവൻ, നമ്മൾക്ക് കച്ചവടമാണ്, അവരും അതേ കച്ചവടമാണ്. അപ്പോൾ ഇങ്ങനെ വൈരാഗ്യം മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഉണ്ടായാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാ ബിഅബാനി ജാഇയാനി ഉർസിലാ ഫീ ഗനമിൻ ബിഅഫ്സദാ ലഹാ മിൻ ഹർസിൽ മർഇ അലാ ശറഫി വൽ മാൽ. രണ്ട് വിശന്നു വരുന്ന ചെന്നായ്ക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരണത്തോടുകൂടി തന്റെ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നു. വിശന്നു വരുന്ന രണ്ട് ചെന്നായ്ക്കൾ ആട്ടിൻ കൂട്ടത്തിലേക്ക് ഇറങ്ങിയാൽ ആ ചെന്നായ്ക്കൾ ആട്ടിൻ കൂട്ടത്തിനെ എത്രത്തോളം നാശമാക്കുമോ അതിനേക്കാൾ ഉപരി മുഅ്മിനായ മനുഷ്യൻ, അവർ തമ്മിലുള്ള വൈരാഗ്യ ബുദ്ധികൾ, അവർ തമ്മിൽ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ സ്ഥാനമാനത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി അവരുടെ ഇടയിൽ നടത്തുന്ന വടംവലികൾ, ഇത് ചെന്നായ ആട്ടിൻകൂട്ടത്തിന് ഏൽപ്പിക്കുന്ന പരിക്കിനേക്കാൾ സമുദായത്തിനെ പരിക്കേൽപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശന്നു വലഞ്ഞ ചെന്നായ ആട്ടിൻകൂട്ടത്തിനെ ഏതുപോലെ ഉപദ്രവിക്കുമോ അതിനേക്കാൾ സമുദായത്തിന് ദ്രോഹമാണ് മുഅ്മിനീങ്ങളുടെ ഇടയിൽ സ്ഥാനമാനത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി അന്യോന്യം ശത്രുത വെക്കുന്നതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് കാര്യത്തിനല്ലാതെ നമ്മൾ എന്തിനാ പരസ്പരം പണങ്ങുന്നത്? അർഹിച്ച അംഗീകാരം കിട്ടാത്തതിന്റെ പേരിൽ വിവാഹത്തിന് ക്ഷണിച്ചപ്പോൾ ക്ഷണിക്കേണ്ട സ്ഥലത്തായില്ല, ക്ഷണിക്കേണ്ട രൂപത്തിലായില്ല, അല്ലെങ്കിൽ പരിഗണന കുറഞ്ഞുപോയി. ഇതൊക്കെ സ്ഥാനമാനത്തിൽ പെടുന്നതാണ്. സമ്പത്തിന്റെ, സൗകര്യത്തിന്റെ, ഇതൊക്കെയും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചുപോയി. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ഈ വിഷയങ്ങളുടെ പേരിലാണ്. അത് ചെന്നായ ആട്ടിൻകൂട്ടത്തിന് ഏൽപ്പിക്കുന്ന പരിക്കിനേക്കാൾ സമുദായത്തിന് ദ്രോഹമാണ്. എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അതുകൊണ്ട് അങ്ങനെ ആരുടെയെങ്കിലും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം, ആ പ്രശ്നങ്ങളെ പരിഹരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, മഹ്മൂമുൽ ഖൽബി സ്വദൂഖുൽ ലിസാനി. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആള് ഒന്ന് സ്വദൂഖുൽ ഖൽബി, സത്യം പറയുന്നവനാണ്. മറ്റൊന്ന് മഹ്മൂമുൽ ഖൽബാണ്. അല്ലാഹുവിന്റെ റസൂല്
സ്വഹാബത്തിനോട് പറയുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് ഈ മഹ്മൂമുൽ ഖൽബ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കാണ്, ലാ ഗല്ല വലാ ഹസദാ. മുഅ്മിനായ മനുഷ്യനോട് അവന്റെ ഖൽബിൽ ഒരു വിദ്വേഷമില്ല, ഖൽബിൽ ഒരു ദേഷ്യമില്ല, ഖൽബിൽ ഒരു പ്രയാസമില്ല. മുഅ്മിനീങ്ങളോട് ഖൽബ് നല്ല സമരസപ്പെട്ട് നിൽക്കുന്നു. ഒരു ദേഷ്യമോ ഒരു അസൂയയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വൈരാഗ്യ മനോഭാവമോ ഇല്ലാത്തവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയണം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുണ്ട്, റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. പടച്ചവനെ ഞങ്ങളുടെ കൽബിൽ നീ ആക്കല്ലേ അല്ലാഹ്. ഗില്ലൻ ആമനൂ, മുഅ്മിനീങ്ങളോടൊരു വെറുപ്പ് ഞങ്ങളുടെ കൽബിൽ വരുത്തല്ലേ അല്ലാഹ്. മുഅ്മിനീങ്ങളോടൊരു ദേഷ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ തരല്ലേ അല്ലാഹ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ദുആ പറയുന്നുണ്ട്, നമ്മൾ ആമീൻ പറയുന്നുണ്ട്. എന്നിട്ട് ജുമാ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് മുഅ്മിനീങ്ങളുടെ മുഖത്ത് നോക്കി സലാം പറയാൻ മടിയാണ്, നമുക്കൊന്ന് മുസാഫഹത്ത് ചെയ്യാൻ മടിയാണ്, നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ മടിയാണ്, ക്ഷണം സ്വീകരിക്കാൻ നമുക്ക് മടിയാണ്. പിന്നെന്താ നമ്മൾ ദുആ ചെയ്യുന്നത്? ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ. ഒരു വെറുപ്പിന്റെ ഒരു കണിക പോലും മുഅ്മിനായ മനുഷ്യനോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകല്ല പടച്ചോനെ. 40 പേര് ഒരുമിച്ച് കൂടി നിർബന്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലെ ഏറ്റവും പരമപ്രധാനമായ സമയത്ത് ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞു വെച്ച സമയത്ത് നമ്മൾ ദുആ ചെയ്തവരാ. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദുആന്റെ നേരെ വിപരീതം, നേരെ എതിര്. മുഅ്മിനായ മനുഷ്യനോട് ചിരിക്കാൻ പറ്റുന്നില്ല. എന്താ പ്രയാസം? കാരണം അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പറഞ്ഞ് വലുതാക്കിയിട്ട് നമ്മളിവിടെ മിമ്പറിൽ നിന്ന് നിർവഹിച്ച ദുആന്റെ നേരെ എതിര് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണിക്കും. എത്ര വലിയൊരു അപരാധം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ. ഒരൽപ്പം, ഒരു കണിക മുഅ്മിനായ മനുഷ്യന്റെ അവന്റെ ഹൃദയത്തോട്, മുഅ്മിനായ മനുഷ്യനോട് എനിക്ക് ഒരു അല്പം വെറുപ്പിന്റെ ഒരു കണിക പോലും എന്റെ ഹൃദയത്തിൽ തരല്ല പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് വെറുപ്പിന്റെ മുഴുവൻ ഏറ്റവും വലിയ വെറുപ്പ് അതിങ്ങനെ കാണിക്കുക നമ്മുടെ ജീവിതത്തിൽ. വലിയ അപരാധമാണത്. നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല. ആ വെറുപ്പ് കളയേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ജമാഅത്ത് നിസ്കാരം. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള വെറുപ്പ് ഒഴിവാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത സ്വലാത്തുൽ ജമാഅത്താണ്. ജമാഅത്തായ നിസ്കാരം. അതിന് വലിയ ഫളീലത്തുണ്ട്. 27 ഇരട്ടി കൂലി നിസ്കാരത്തിന് കിട്ടുന്നാ പറഞ്ഞത്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ജമാഅത്തായ നിസ്കാരം കൊണ്ട് വലിയ ഉപകാരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, യഹൂദികൾക്ക് നിങ്ങളോടുള്ള ഏറ്റവും വലിയ അസൂയ, അവർക്ക് നിങ്ങളോട് ഏറ്റവും വലിയ വെറുപ്പ് നിങ്ങളുടെ ജമാഅത്ത് നിസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് അത് കേവലം വെള്ളിയാഴ്ച അല്ലല്ലോ. എല്ലാവർക്കും അങ്ങനെ ഒരു ദിവസമുണ്ട്. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസത്തിൽ 5 വട്ടമുണ്ട്. ഒരു ദിവസത്തിൽ 5 വട്ടം മുഅ്മിനായ മനുഷ്യൻ ജമാഅത്തായിട്ട് നിസ്കാരം നിർവഹിക്കൽ മുഅക്കദായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. ആ സുന്നത്ത് വളരെ ശക്തിമത്താണ്. അങ്ങനെ 5 നേരം ഒരുമിച്ച് കൂടണം. അത് യഹൂദികൾക്ക് വലിയ വെറുപ്പാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാര്യം? എന്താ അങ്ങനെ വെറുപ്പ് വരാൻ കാരണം? ഈ കാരണം ഈ ജമാഅത്തിൽ ഒരുമിച്ച് കൂടൽ മുഅ്മിനീങ്ങളുടെ ഖൽബിനെ ഒരുമിപ്പിക്കും. മുഅ്മിനീങ്ങളുടെ ഖൽബിനെ ഒരുമിപ്പിക്കും. അതിന് ആ രീതിയിൽ ജമാഅത്തിന് ഒന്ന് പങ്കെടുക്കണം. 1, 5 നേരത്തെ ജമാഅത്തിന് പങ്കെടുക്കണം. 2, ജമാഅത്തിന് പങ്കെടുക്കേണ്ട രീതിയിൽ പങ്കെടുക്കണം. അതെന്താ ജമാഅത്തിന് പങ്കെടുക്കേണ്ട രീതി? കാരണം ഒരു മനുഷ്യൻ ജമാഅത്തിൽ നിൽക്കേണ്ടത് അവന്റെ സഹോദരനെ ഉൾക്കൊള്ളുന്ന നിലയിലാകണം. അതായത് പരസ്പരം ഒരു ചാൺ അകലത്തിൽ അവന്റെ കാല് വെക്കണം. ഒരു ചാൺ അകലത്തിൽ കാല് വെച്ചിട്ട് അവന്റെ 2 കാലുകളുടെ ഇടയിലുള്ള അകലം വല്ലാതെ വർദ്ധിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ അവന്റെ ശരീരം മുഴുവൻ ഉൾക്കൊള്ളുന്ന നിലയിൽ ജമാഅത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അവൻ ഒരു ചാൺ അകലത്തിലേക്കാൾ കൂടുതൽ കാല് നീട്ടാതിരിക്കാൻ, പ്രത്യേകിച്ച് ഒരുപാട് അകലത്തിൽ വെക്കാതെ കുറച്ചുകൂടി അവന്റെ കാലുകൾ തമ്മിലുള്ള അകലം വല്ലാതെ നീണ്ടുപോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അവന്റെ ചുമലിന്റെ ഒരു ഭാഗം തന്റെ സഹോദരൻ ചുമക്കേണ്ടി വരും. അടുത്ത് നിൽക്കുന്നവൻ അവന്റെ ചുമലിന്റെ ഒരു ഭാഗം ചുമക്കണം.
അവൻ അപ്പുറത്ത് നിൽക്കുന്നവന്റെ ചുമലിന്റെ ഒരു ഭാഗം ചുമക്കണം. ഇങ്ങനെ ഒരു ദിവസത്തിൽ 5 വട്ടം തന്റെ സഹോദരന്റെ ചുമല് ചുമക്കുകയാണ്. എന്നിട്ടാണ് നിസ്കരിക്കുന്നത്. ഒരു ദിവസത്തിൽ 5 വട്ടം സഹോദരന്റെ ചുമല് ചുമന്നുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യൻ ജമാഅത്ത് നിസ്കാരത്തിൽ ഏർപ്പെടുന്നത്. പിന്നെ മനസ്സിലെന്ത് ശത്രുതയാണ്? അവന്റെ തടി ചുമക്കാണ് നമ്മൾ. മുഅ്മിനായ മനുഷ്യന്റെ തടി നമ്മൾ ചുമക്കുന്നു. പക്ഷേ നമ്മുടെ ജമാഅത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി. ജമാഅത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. നമ്മൾ അടുത്ത് നിൽക്കുന്നവനെ നോക്കിയിട്ട് നമ്മൾ മാറി നിൽക്കും. ഇവന്റെ ഒപ്പം നിൽക്കാൻ പറ്റൂല, ഇവൻ അങ്ങനത്തെ ഉള്ള ആളാണ്, ഇവൻ ഇങ്ങനത്തവനാണ്, ഇവന്റെ കൂടെ ജമാഅത്തിന് എനിക്ക് തൊട്ടൂരിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കും. അടുത്തവനെ പിടിച്ച് പുറത്തു നിർത്തും. ഇനി നിന്നാൽ തന്നെ നമ്മൾ നല്ല അകലത്തില് നല്ല വിശാലമായി നിസ്കരിക്കണം. നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ച കാര്യം എന്താ? വിശാലതയോടുകൂടി നിസ്കരിക്കണം. നല്ല വിശാലമായിട്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഒരു കുഴപ്പമില്ലാതെ ആരുടെ ദേഹത്ത് തട്ടാതെ ചൂടെടുക്കാതെ നല്ല സുന്ദരമായി നമുക്ക് റുകൂ ചെയ്യണം, ഇഅ്തിദാൽ ചെയ്യണം. ഒരു കുഴപ്പവും പറയാൻ പാടില്ല. ഒരു നിസ്കാരത്തിന്റെ ദൈർഘ്യം 4-5 മിനിറ്റ് ആണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മഹ്ശറിലെ ദൈർഘ്യം 50,000 കൊല്ലമാണ്. 50,000 കൊല്ലമാണ്. മുഅ്മിനായ മനുഷ്യനും അല്ലാത്തവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കിയ മഹ്ശറിൽ നിൽക്കേണ്ടത്. ഫാസമന വദദ മൗദിഅ ഖദമൈ, അവിടെ 2 കാല് കൂട്ടാൻ കഴിഞ്ഞവന് വിജയിച്ചു പോയെന്ന് മുഹമ്മദ് മുസ്തഫ. 2 കാലെന്ന് വെക്കാൻ ഒരു ചാൺ അകലത്തിലല്ല, 2 കാലൊന്ന് നിലത്ത് മുത്താൻ പറ്റിയവന് ഫാസ, അവന് വിജയിച്ചിരിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര നാൾ? 50,000 കൊല്ലം. 50,000 കൊല്ലം നിൽക്കണം മഹ്ശറിൽ. അവിടെ 2 കാലൊന്ന് നിലത്ത് കുത്താൻ പറ്റിയവൻ വിജയിച്ചിട്ടുണ്ട്. ഇവിടെ 5 മിനിറ്റ് സമയത്ത് ഒരു ചാൺ അകലത്തിലെ കാല് വെക്കാൻ നമുക്ക് പ്രയാസം. അവിടെ നമുക്ക് 100,000 പ്രയാസങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ് 50,000 കൊല്ലം നിൽക്കണം. 50,000 കൊല്ലം എന്ന് പറഞ്ഞാൽ മഹ്ശറിലെ 50,000 കൊല്ലം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ 50,000 കൊല്ലമാണ് മഹ്ശറിലെ 1 കൊല്ലമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടാൽ പിന്നെ നമ്മൾ എങ്ങനെ ഇത്ര വിശാലമായിട്ട് കാലുവെക്കാം? അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മുഅ്മിനീങ്ങളുടെ സഫുകളുടെ ഇടയിൽ വിടവ് വരാൻ പാടില്ല. നിങ്ങളുടെ സഫിന്റെ ഇടയിലെ വിടവിലേക്ക് ശൈത്താൻ തലയിട്ട് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ജമാഅത്ത് കഴിഞ്ഞ് പോയിട്ട് നമ്മൾ പരസ്പരമുള്ള വിദ്വേഷത്തിനെ വീണ്ടും വളർത്തി വലുതാക്കുന്നത്. സഫിന്റെ ഇടയിൽ വിടവ് വരുന്നുണ്ട്. അടുത്ത് നിൽക്കാൻ നമുക്ക് മടിയാണ്. അടുത്ത് നിൽക്കണം എങ്ങനെയാ? ഈ ശത്രുതയാണ്. ഈ ശത്രുത അവസാനിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്താ? സ്വലാത്തുൽ ജമാഅത്ത്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. എത്രത്തോളം ഒരാളെ ഉള്ളു ജമാഅത്തിനെങ്കിലും അവൻ എവിടെ നിൽക്കണം? ഇമാമിനോട് ചേർന്ന് നിൽക്കണം. സാധാരണ നിൽക്കേണ്ട പോലെയല്ല നിൽക്കേണ്ടത്. ഇമാമിനോട് ചേർന്ന് നിൽക്കണം. മടമ്പ് കൊണ്ടൊന്ന് പിന്തണം. ആ നിലയിൽ ഇമാമിനോട് ചേർന്ന് നിൽക്കണം. എപ്പോൾ? ഒരാൾ ജമാഅത്തിനുള്ളപ്പോൾ. രണ്ടാമൻ വന്നാലും ഇമാമിനോട് അതേ രീതിയിൽ ചേർന്ന് നിൽക്കണം, ഇടതു ഭാഗത്ത്. എന്നിട്ട് അവർ 2 പേരും ഒന്നിച്ചിറങ്ങണം പിറകോട്ട്. എന്നിട്ട് അവർ ചേർന്ന് നിൽക്കണം. എത്ര സുന്ദരമാണ് ദീനുൽ ഇസ്ലാം 5 വഖത്തിന്റെ ജമാഅത്തിനെ വിശദീകരിച്ചത്. നമ്മൾ അതിനൊക്കെ പൊളിച്ചു. നമ്മൾ ജമാഅത്തിന് വരല് തന്നെ കുറഞ്ഞു. ഇനി ആകെ വരുന്നൊരു ജമാഅത്ത് മഗ്‌രിബിന്റെ ജമാഅത്തിന് വന്നാൽ നമ്മൾ ഇങ്ങനെ വിട്ടുപിരിഞ്ഞ് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് സലാം വീട്ടും. അസ്സലാമു അലൈക്കും എന്നാണ് സലാമിന്റെ അർത്ഥം. ആ സലാം വീട്ടുമ്പോൾ പോലും ഈ സലാം രക്ഷ ഇവന് കിട്ടാൻ പാടില്ല എന്നുള്ള നിലക്കാണ് സലാം വീട്ടുന്നത് പോലും. എത്ര ആപത്താണ്! ഒരു മുസ്ലിമായ മനുഷ്യനോട് കൽബിൽ ഇങ്ങനെ വിദ്വേഷം വെച്ചിട്ട് നമ്മൾ മുസ്ലിമൻ എത്ര വട്ടം പറഞ്ഞിട്ട് എന്താ കാര്യം? പടച്ചോനെ, ഞാൻ മുസ്ലിമാണ്, ഞാൻ നിനക്ക് വിധേയപ്പെട്ടവനാണ്. ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ, എന്റെ നിസ്കാരം, എന്റെ അനക്കം, എന്റെ അടക്കം, എന്റെ ജീവിതം, എന്റെ ചലനം, എന്റെ നിശ്ചലനം സകലതും നിനക്കാണ് അല്ലാഹ് പറയുമ്പോ അല്ലാഹ് പറയും, മുഅ്മിനായ മനുഷ്യനോട് വിരോധം വെച്ച നിന്റെ നിസ്കാരം എനിക്ക് വേണ്ട, അങ്ങനത്തെ നിസ്കാരം എനിക്ക് ആവശ്യമില്ല എന്ന് പടച്ചോൻ തിരിച്ചു പറഞ്ഞില്ലേ? അതിനാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ കൽബിലെ വിദ്വേഷം അവസാനിപ്പിക്കേണ്ട ഒന്നാമത്തെ പ്രക്രിയ സ്വലാത്തുൽ ജമാഅത്താണ്. അതിനിങ്ങനെ ചേർന്ന് നിൽക്കണം. സഫിന്റെ ഇടയിൽ വിടവ് വരാൻ പാടില്ല. നിങ്ങൾ തോളോട് തോൾ ചേരണം. അപ്പോൾ നിങ്ങളുടെ കൽബിൽ ഒരു അണക്കം കിട്ടും. നിങ്ങളുടെ കൽബിൽ മുഅ്മിൻ എന്നുള്ള സ്നേഹത്തിന്റെ, സൗഭാഗ്യത്തിന്റെ പുഷ്പങ്ങൾ വിടരാൻ അത് കാരണമാവും.
ആ രീതി നമ്മൾ അവലംബിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞിരുന്നുണ്ട്, നമ്മുടെ ഇടയിലെ സ്നേഹം വളർത്താൻ ആരോടാണോ ദേഷ്യമുള്ളത് അവനെ കുറിച്ച് നല്ലത് പറയാ. അവൻ നമ്മളെ കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, അവനെ കുറിച്ച് നന്മ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അവനെ കുറിച്ച് വിദ്വേഷം പറയുന്നത് അവസാനിപ്പിക്കുക. തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങളുടെ ഇടയിൽ ദേഷ്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവന് വേണ്ടി ദുആ ചെയ്യൂ. ആ കൽബിലുള്ള ദേഷ്യം അവസാനിപ്പിക്കുന്നത്. കാരണം 3 ദിവസത്തിൽ കൂടുതൽ പണങ്ങാൻ പറ്റില്ലല്ലോ. 3 ദിവസത്തിൽ കൂടുതൽ മുസ്ലിമീങ്ങൾ തമ്മിൽ പിണക്കമുണ്ടാകാൻ പാടില്ല. അങ്ങനെ പിണങ്ങിയാൽ പിന്നീട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊന്നും ആകാശത്തിന്റെ സീമ വിട്ട് മുകളിലേക്ക് ഉയരൂല, അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ചെല്ലൂല. എന്ത് പ്രയാസമാണെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കണം. സലാം കൊണ്ട് അവസാനിപ്പിക്കണം. ആദ്യം സലാം പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. ഒരു വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടി ആരാണോ ആദ്യം മുന്നിട്ടിറങ്ങുന്നത് അവന് സലാം, ആ സലാം കൊണ്ട് അവൻ പ്രശ്നം അവസാനിപ്പിക്കാൻ തുടങ്ങിയാൽ അവന് പ്രതിഫലം കൂടുതലാണ്. അങ്ങനെ ഒരുത്തം നമ്മുടെ മുമ്പിൽ വന്നാൽ പിന്നെ നമുക്ക് വലിയൊരു കാര്യമായി. അവൻ എന്റെ മുമ്പിൽ വരാതെ പിന്നെ എവിടെ പോവാനാ? ഞാൻ അത്രയും വലിയ ആളാണല്ലോ, എന്നെ വെറുപ്പിച്ചിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? പിന്നെ അങ്ങനെ വരാതിരിക്കാൻ സൗകര്യമില്ലല്ലോ എന്നൊക്കെ ഉള്ള ധാരണ നമ്മൾ മാറ്റിവെക്കണം. ആ വന്നവൻ വന്നതും നിന്റെ മുമ്പിൽ ചിരിച്ചതും നിനക്ക് കൈ തന്ന സലാം പറഞ്ഞതും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് എന്ന് ചിന്തിക്കാനുള്ള വിവരം ഉണ്ടാവണം. അപ്പൊ പിന്നെ നമ്മൾ വലിയ ആളായിട്ടാണ് തോന്നൂല. അപ്പൊ പറഞ്ഞ സലാം അടക്കാൻ തോന്നും. ആ രീതിയിൽ നമ്മൾ നമ്മുടെ സഹോദരനെ പരിഗണിക്കണം, ഇടയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ രണ്ടാളുകളുടെ ഇടയിൽ പ്രശ്നം